അങ്ങോട്ട് മാറി മീന് പിച്ചി പിച്ചി മൊത്തം തീർക്കുമല്ലോ. അതെ, മീനിന്റെ മണം വന്നപ്പോഴേ കൊതിയായിട്ടും പാടില്ലായിരുന്നു. നമ്മള് ചെമ്പല്ലി കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു ഗ്രില്ല് ചെയ്യാനായിട്ട്. അവര് ക്ലീൻ ചെയ്തൊക്കെ തന്നു, പക്ഷെ മൊത്തം ക്ലീൻ ചെയ്തില്ലെന്ന് തോന്നുന്നത്. അമ്മ ബാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഫുള്ള് ക്ലീൻ ആക്കിയില്ലേ അമ്മ? സൈഡിത്തെ ചിറകും അതും ഇതൊക്കെ മാത്രമേ വെട്ടിയിട്ടുള്ളൂ. അകത്തെ വയറിന്റെ അകത്തത് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. പിന്നെ ചെതുമ്പല് അവര് കളഞ്ഞു തന്നാലും നമ്മുടെ സൈഡിൽ നമ്മൾ ഒന്നും കൂടെ വൃത്തിയാക്കണ്ടേ. അമ്മ ഉപ്പും കല്ലുപ്പും ഇതൊക്കെ വെച്ചിട്ട് സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് അതിന്റെ ചെതുമ്പലൊക്കെ നല്ലപോലെ തേച്ച് കഴിയും, ഇല്ലെങ്കിൽ ഉളുമ്പ് ഉണക്കും അല്ലേ. ഇതേ ക്ലീൻ ചെയ്തതായിരുന്നു അമ്മേ. ഇതിന്റെ വയറ്റിന്റെ അകത്ത് സാധനമൊന്നുമില്ല. അവര് എനിക്ക് ഒന്ന് തലയൊക്കെ വൃത്തിയാക്കപ്പോ ഇതിലേക്കൂടെ എടുത്തുന്ന് നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. നമ്മള് പറഞ്ഞ അവര് ക്ലീൻ ചെയ്തില്ല, വയറിന്റെ അകത്തുനിന്ന് ഇച്ചിരി ചെറിയ അഴുക്ക് മാത്രമേ ഉള്ളൂ. വലിയ കുടലും പണ്ടൊക്കെ അവരെടുത്ത് കളഞ്ഞു ഓൾറെഡി. ഇനി നമുക്ക് നല്ലപോലെ കഴുകിയെടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം ക്ലീൻ ആക്കി. ഞാൻ വലിഞ്ഞിലുള്ളതെന്ന് പറഞ്ഞിരുന്നത്, വലിഞ്ഞിലൊക്കെ അവരെടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് മീൻ വരഞ്ഞ് നന്നായിട്ട് വെക്കാം. എന്നിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചെങ്കിലേ നല്ലോണം പിടിക്കുകയുള്ളൂ അതിനകത്തോട്ട്. നല്ല ദേശമുള്ളതാണ്. അവരുടെ മീൻകാറ പിച്ചാത്തിയാണെങ്കിൽ പെട്ടെന്ന് വരുന്നുണ്ട്. നമ്മുടെ പിച്ചാത്തി വരഞ്ഞു വരുമ്പോൾ സമയം നമുക്ക് മേടിക്കാം. നന്നായിട്ട് വരഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നീയും എന്തോ കലക്കുവാണോടി കൊച്ചു കല്ലി? ഇതില് ഇതേ ഞാന് വെളുത്തുള്ളിയും പെരിഞ്ചീരവും കൂടെ ചതയ്ക്കുമായിരുന്നു. ബാക്കി മസാലയൊക്കെ തന്നെ അമ്മ റെഡിയാക്കുന്നത്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് വിനാഗിരിയോ നാരങ്ങാനീരോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. അതെ, ഇവിടെ ആകെ ഇരിക്കുന്ന ഒരു ഉണക്ക നാരങ്ങ, അതിന്റെ കഴിഞ്ഞാൽ കയ്പ് വരും. അതുകൊണ്ട് ഞങ്ങൾ വിനാഗിരി എടുത്തു. അപ്പൊ നമ്മുടെ മസാലയൊക്കെ മീനിന് വരഞ്ഞ സ്ഥലത്തോട്ടൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. എന്താവോ എന്തോ. മസാലയൊക്കെ 2 മണിക്കൂർ തേച്ച് പിടിപ്പിച്ച് വെച്ചിരുന്ന സാധനമാണിത്. ഇനി ഇത് വറുക്കാൻ പോവുകയാണ്. വറുത്തതിന് ശേഷം നമുക്കിത് പൊള്ളിക്കാം. വാഴയിലയിൽ ഊത്തിക്കോ. പറമ്പിൽ കറിവേപ്പിലയുണ്ട്. നമ്മൾ കുറച്ച് ഇതിൽ നിരത്തണം. കരിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് നിരത്തുന്നത്. ആവശ്യത്തിന് പറിച്ചെടുത്തു. കരിയാതെ നമുക്ക് കിട്ടും വേപ്പില നിരത്തുവാണെങ്കിൽ. നമ്മുടെ തവ ഇച്ചിരി ചെറുതാണ്. ചെമ്പല്ലിതേ കടന്ന് പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ഇത് വാഴയിലയിൽ വെച്ചിട്ട് വേണം ഇത് പൊള്ളിച്ചെടുക്കാൻ. അപ്പം വാഴയിലയിൽ വെക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് നമ്മൾ വേറൊരു കൂട്ടം മസാല കൂടെ തേക്കണം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കുന്ന വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. നമുക്ക് വാഴയിലയിൽ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മസാല വെക്കണമല്ലോ, അതിനുള്ള സംഭവങ്ങളൊക്കെയാണ്. കുറച്ച് ചെറിയുള്ളി കൂടുതലെടുത്താൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നതാ, എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ആധികാരികമായി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിന് വരെ നമ്മളിവിടെ കാന്താരി എടുത്തേക്കുന്നത്. ഇത്രയും കാന്താരി ഇടത്തില്ല, നമ്മുടെ പാകത്തിനുള്ള എരിവിനനുസരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വലിയ സവോളയും.
ഈ ചുവന്നുള്ളിയൊക്കെ ഞാൻ ചതച്ചാണ് എടുക്കുന്നത്. ചിലര് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് മറ്റേ പേസ്റ്റ് പോലെ എടുക്കാറുണ്ട്. നമുക്ക് അങ്ങനെ പേസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചതച്ചെടുക്കുമ്പോൾ ഒരു ഓതന്റിക് ടേസ്റ്റ് എന്നൊക്കെ പറയാം. ചുമ്മാ കേട്ടോ, ചതച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മുടെ വാഴയിൽ പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കാൻ പോകുന്നത്. അതെ, ഇത് അൺഹെൽത്തി ഒന്നുമല്ല. നമ്മൾ ഇപ്പൊ എടുത്ത വെളിച്ചെണ്ണ തന്നെയാ. ആ മീൻ വറുത്ത എണ്ണ ആകുമ്പോഴത്തേക്കിനും അതിന്റെ ആ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ മസാലയിൽ പിടിക്കും. അതുകൊണ്ട് എടുത്ത കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി കാന്താരിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. സവോള ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ചെറുള്ളി മാത്രം. പിന്നെ ചെറിയുള്ളി ചതച്ച് വെച്ചേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. അരപ്പൊക്കെ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ടല്ലേ അമ്മേ? ഇനി പൊടിയൊക്കെ ചേർത്ത് വിടും. പൊടിയിടാം. മഞ്ഞപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂണില്ല 3/4. അതെ, നമ്മൾ കാന്താരി ഇട്ടേക്കുന്നുണ്ടില്ലേ, ഭയങ്കര എരിവായിരിക്കും. പെരുംജീരകപ്പൊടി 1 സ്പൂൺ. ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ വരട്ടണം. അല്ല, നമ്മൾ ആദ്യമേ മീനെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ കുറച്ച് ബാലൻസ് വന്നത് കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. അപ്പൊ ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ച് കുറച്ച പൊടികളൊക്കെ ഇട്ടേക്കുന്നത്. സോസ് നമ്മൾ ഒരു പരീക്ഷണം എന്ന പോലെ തക്കാളിക്ക് പകരം ഇച്ചിരി ടൊമാറ്റോ സോസ് ചേർക്കുന്നത്. അതെ, ഏറ്റവും ലാസ്റ്റ് തേങ്ങാപ്പാല് അതെ ചേർക്കുകയാണ്. 1-ാം പാല് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല്. പിന്നെ എല്ലാം കൂടെ ഒന്ന് ചൂടാകുമ്പോൾ ഇറക്കും. കഴിഞ്ഞല്ലേ? ഇത്ര ഉള്ള നമ്മുടെ മസാല. നമുക്ക് ഇനി അല്ലേ പൊള്ളിക്കാൻ വാഴയില വേണ്ടേ? ഇല വെട്ടാം. ഞാൻ തന്നെ വെട്ടത്തില്ല. അച്ഛാ വാ. ഉണ്ടല്ലോ. മതിയാ? ഒരെണ്ണം മതിയാ? ഇപ്പൊ നമ്മുടെ വാഴയിലൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിപ്പോ ഏകദേശം ഒരു സൈഡ് റെഡിയായെന്ന് തോന്നും. നമുക്ക് മറിച്ചിട്ട് നോക്കാം. പൊളിഞ്ഞു പോവോ മുറിഞ്ഞു പോവോ എന്നൊക്കെ തിരിച്ചിടുമ്പോ അറിയാം. അമ്മ നൈസായിട്ട് ആ പണി എണ്ണ ഏൽപ്പിച്ച്. അഥവാ വീഴുവാണെങ്കിൽ ഞാൻ ചീത്ത കേട്ടോട്ടല്ലേ? ഇങ്ങോട്ട് മാറി മീന് എന്തോ ഭാഗ്യമുള്ളത്. മീനെടുത്ത് മസാല വരട്ടാൻ പോവുകയാണ്. ഒരു സൈഡ് കഴിഞ്ഞ് രണ്ടാമത്തെ സൈഡായത് പൊതിയാൻ പോവുകയാണ്. മസാല എല്ലാം പുരട്ടി കഴിഞ്ഞു. ഇനി പൊതിഞ്ഞ് കെട്ടി ഗ്രില്ല് ചെയ്യാൻ പോവുക. ഗ്രില്ലിനായിട്ട് പോവുകയാണ്. മുകളിലാണ് ഗ്രില്ലിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തേക്കുന്നത്. ഗ്രില്ലിന്റെ ഒക്കെ അച്ഛൻ റെഡിയാക്കാൻ പോയിട്ടുണ്ട്. എന്താ എന്ന് പോയി നോക്കാം. ഇത് പിച്ചി പിച്ചി മൊത്തം തീർക്കുമല്ലോ. അതെ, മീനിന്റെ മണം വന്നപ്പോഴേ കൊതിയായിട്ടും പാടില്ലായിരുന്നു. അമ്മയുടെ സ്പെഷ്യൽ പ്രിപ്പറേഷനാ. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. അച്ഛന് മീൻ ഡെക്കറേറ്റ് ചെയ്യണം. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യട്ടെ.
ഇതെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്ന് ചോറും ഡൈനിങ്ങും ഒക്കെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന പോലെ ഒരു ഔട്ട്ഡോർ. അങ്ങനെ ഞങ്ങളുടെ ടെറസിന്റെ മണ്ടക്കിരുന്ന് ചോറുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇത്ര വലിയ ഇംഗ്ലീഷിലൊക്കെ പറയാതെ. ഇന്നൊരു വെറൈറ്റി സ്ഥലത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. മീനൊന്നും ആർക്കും എടുത്ത് തരുന്നില്ല, അവരവരുടെ ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്ത് തന്നു. സാധാരണ ഞാൻ മീൻ കഴിക്കാത്തൊരു വ്യക്തിയാണ്, പക്ഷെ ഞങ്ങൾ അന്ന് ഇവിടെ ഒരു കടയിൽ പോയിട്ട് ഇത് കഴിച്ചായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു. നമ്മുടെ കുഞ്ചുവേട്ടന്റെ കടയില്ലേ, കുഞ്ചുവട്ടൻ്റെ കട, അവിടെ പോയപ്പോൾ തന്നെ അത് വീട്ടിൽ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ട്. മസാല നമുക്ക് കഴിക്കാൻ ഭയങ്കര സൂപ്പർ. അവിടെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട്. വേണ്ട, എല്ലാവരും നല്ല അടിയാണ്. കഴിച്ച് കഴിച്ച് ആ കൈയൊന്ന് മാറ്റി കഴിച്ചാൽ മീൻ്റെ അവസ്ഥയൊന്നും കാണിക്കട്ടെ. പറിച്ച് മാന്തി കീറി കഴിച്ച് കഴിച്ച് ഈ അവസ്ഥയായി. ഒരാള് ഫുഡ് അടിച്ചു. ഇല്ലാത്തോണ്ട് മീൻ തീർന്നിട്ടില്ല, അവിടെ ഇരിപ്പുണ്ട്. അയ്യോ, വയറ് ഏറ്റവും അടിച്ച നീയാ, അത് അടിച്ച് ഫുള്ളായിട്ടിരിക്കുക. അച്ഛൻ തലയിലിട്ട് പണിയാണോ? നല്ല പോളിങ്ങ അരപ്പ്